ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീകുമാർജിയുടെ മറ്റൊരു അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉണ്ണിക്കണ്ണൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിച്ച് വീട്ടിലേക്ക് എത്തിയൊരു അനുഭവമാണ്. അത്ഭുതപ്പെടുത്തി ഈ കഥ. തീർച്ചയായിട്ടും കേട്ടു നോക്കൂ. കേൾക്കാതെ പോകുന്നത് നഷ്ടമാണ്. ഇതിൻ്റെ കാരണം പറയാം. എന്ന് വെച്ചാൽ ആ സമയത്ത് ഇവിടെ ഒരു സത്സംഗം പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രീ ലളിതാനന്ദ ട്രസ്റ്റിൻ്റെ പരമാചാര്യൻ ശ്രീ മാധവ മനീവ ഭാരതിയുടെ അന്നത്തെ മാധവേട്ടൻ ഇവിടെ സത്സംഗം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരുന്നു. അവിടെ ഒരു പുതിയ ക്ഷേത്രം വരുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളമൊട്ടാകെ പലയിടത്തും യജ്ഞഹോമങ്ങൾ, അതുപോലുള്ള ഹസനങ്ങൾ ഒക്കെ പ്രചാരത്തിനായിട്ട് വച്ചിരുന്നു. ആ സമയത്ത് ഇവിടെയും വരുമെന്ന് പറഞ്ഞത് പ്രകാരം തീയതി കുറിപ്പിച്ചു. 2022 മാർച്ച് 11, ജനുവരി അല്ല, മാർച്ച് 11 ആയിരുന്നു. അപ്പോൾ ഞാൻ അന്ന് വരെ ഒരു വരി പോലും ഇതുപോലെ കവിതയോ അല്ലെങ്കിൽ ഒരു കീർത്തനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഒരു വരി പോലും എഴുതാൻ അറിയില്ലാത്ത ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അങ്ങനെയിരിക്കെ ഇവിടെ വരുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അമ്പലത്തിൽ മാർച്ച് 7 തീയതി കഴിഞ്ഞപ്പോൾ സപ്താഹം ആരംഭിക്കും. മാർച്ച് അമ്പലത്തിൽ എല്ലായിടത്തും കണ്ണനെ കൊണ്ട് വയ്ക്കാറുണ്ട്. അപ്പം അങ്ങനെ കണ്ണനെ കൊണ്ട് വയ്ക്കാനായിട്ട് കഴിഞ്ഞപ്പോൾ 11 തീയതിയുടെ വരണം പരിപാടി ഉണ്ട് ഇവിടെ. ആ പരിപാടിക്ക് ഇവിടെ കണ്ണം വേണമല്ലോ, ഒരെണ്ണം മേടിക്കാം എന്ന് വെച്ചു. സ്കൂളിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട് വൈഫിനോട് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് മെസ്സേജ് അയച്ചു, നേരത്തെ ടൗണിൽ വരുന്നുണ്ട്, ട്രഷറിൽ പോകേണ്ട കാര്യമുണ്ട്, അപ്പോൾ പോയിട്ട് വരുമ്പോൾ നേരത്തെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് 3 മണിയാകുമ്പോൾ എത്താം, നമുക്ക് പോയി സാധനം മേടിക്കാം എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു അന്നും വേണ്ട, ഇവിടെ വന്നിട്ട് പോയാൽ മതി. എന്താ കാര്യം എന്നറിയില്ല. ഞാൻ അമ്പലന്നു. ഞാൻ അവിടെ നിന്ന് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറയുകയാണ്, ഈ കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരു വിശേഷം നടക്കുമ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്ന എന്നെ കൊണ്ടുവന്ന് അമ്പലത്തിൽ സപ്താഹത്തിന് ഇരുത്തിയിട്ട് ഇവിടെ എന്നെക്കാളും വലിയൊരു ആളെ കൊണ്ടുവന്ന് ഇവിടെ പരിപാടിക്ക് വയ്ക്കണോ എന്ന് വൈഫിന് ഒരു ചിന്ത പെട്ടെന്ന് വന്നു. അത് ആലോചിക്കും തോറും മുറിയ ചിന്ത മുറിയ വരും. അപ്പോൾ പുള്ളിക്കാരിക്കപ്പോൾ പെട്ടെന്ന് തോന്നി. അപ്പോൾ ഈ കണ്ണനെ കൊണ്ട് വയ്ക്കണത് ഞാൻ പറഞ്ഞു വൈകിട്ട് മേടിക്കാമെന്ന് പറഞ്ഞല്ലോ. ഓർഡറും ചെയ്തു സാധനം. ആ സാധനം മേടിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ സംഭവം ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണനെ വയ്ക്കണ്ട, ഇപ്പോൾ 2 ദിവസമായി, 8 തീയതി ആയില്ലേ, വയ്ക്കേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വേഗം അവിടുന്ന് മോൻ വന്നു. ഞങ്ങൾ പോയി, ആൾക്കാർ പോയി. വീടിനടുത്ത് നമ്മുടെ അമ്പലത്തിനടുത്ത് തന്നെ ഒരു കടയുണ്ട്, അവിടെ ചെന്നു. നാളെ ഞാനിട്ട് വളരെ സുന്ദരനായിട്ടുള്ളൊരു കണ്ണനെ മേടിച്ചു. 3.5 അടി ഹൈറ്റ്, 3200 രൂപ വരും. അന്നത്തെ കാലം 3800 പക്ഷെ എനിക്ക് 3200 വന്നു. ഞാനിതിവിടെ കൊണ്ടുവന്നു. അതിൻ്റെ പിറ്റേ ദിവസം വെളുപ്പം കാലത്ത് ഞങ്ങൾ ഉറങ്ങുക, നല്ല ഉറക്കമാണ്. ചോദിക്കുകയാണ്, ഇവിടെ ആരും ഇല്ലേ? എനിക്ക് ഇച്ചിരി വെള്ളം കിട്ടിയ തരക്കേടില്ലായിരുന്നു, അടുക്കള കുറ്റിയിട്ടേക്കുവാണ്, കയ്യിലാണെങ്കിൽ അതൊന്നും ചെയ്യാൻ ഇല്ലാത്ത അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ആരെ വിളിക്കണമെന്ന് തോന്നുന്നു. പെട്ടെന്ന് ചാടി പോകുന്നത് ഇരുട്ട്, നല്ല ഇരുട്ട്. അപ്പം അമ്മയെ വല്ലതും വിളിച്ചതാണെന്ന് പറയാൻ വേണ്ടി അമ്മ വിളിച്ചപ്പോൾ അമ്മ നല്ല ഉറക്കം. ഞാൻ വയ്യാതെ കിടക്കുവാണ്, ക്ഷീണിച്ച്. അത് കഴിഞ്ഞിപ്പം വൈഫ് ഇവിടെ തോന്നുന്നു.
പിള്ളേരുമല്ല, പിള്ളേർ മുകളിൽ കിടന്നുറങ്ങും. അപ്പോൾ ഞാൻ പെട്ടെന്ന് അമ്പരന്ന് എന്നാന്ന് മനസ്സിലായില്ല. പിന്നെ ഞാൻ മെല്ലെ കിടന്ന് ഒന്നുകൂടെ മയങ്ങി കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ വീണ്ടും കേൾക്കണം. അതിനെന്താ വേണ്ടേ, അതേപോലെ തന്നെ കേൾക്കണം. ഞാൻ പെട്ടെന്ന് നല്ല ഉറക്കമാണ്, പക്ഷേ ഉപബോധ മനസ്സ് ഉണർന്നു. നോക്കുമ്പോൾ ഇപ്പം മുകളിൽ കണ്ട് ആ രൂപം ഇങ്ങനെ നിൽക്കുക, രണ്ട് കയ്യിലും വെണ്ണയായിട്ട്. അതായത് വെണ്ണയായിട്ട് നിൽക്കണമെന്ന് ഞാൻ ശ്രദ്ധിക്കാൻ കാരണം ഇവിടെ വെണ്ണ ഇവിടെ കലക്കണ പരിപാടി ഇല്ല. കുറച്ച് വെണ്ണ അകത്ത് കണ്ട് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, പക്ഷേ വെണ്ണയുടെ നല്ല വാസന. രണ്ട് കയ്യിലും വെണ്ണ ഉരുട്ടി ഇങ്ങനെ നപ്പാൻ നിൽക്കണം. ആര് തന്നെ നിൽക്കണം. ഒരു ഉടുക്കാക്കൊണ്ടി, ഒരു തുണി, ഒരു നൂല് ബന്ധമില്ല. അരവണിയുണ്ട്, ഈ പറഞ്ഞ ആഭരണങ്ങളൊക്കെ ഉണ്ട്. തളയുണ്ട്, വളയുണ്ട്, പീലിയുണ്ട്. ഈ തലയിലൊരു ഉണ്ടക്കെട്ടും കെട്ടിയിട്ടുണ്ട്. കണ്ണൊക്കെ എഴുതി നല്ല സുന്ദര കുട്ടപ്പൻ അങ്ങനെ നിൽക്കുന്നു. നീലശ്യാമള കളയവരൻ എന്നൊക്കെ പറയണ ആ ഒരു രൂപം, മായകണ്ണൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നിൽക്കണം. അങ്ങനെ നിന്ന് ഞാൻ എന്താ ചെയ്യുക ഒന്നും പറയാനില്ല. ഞാൻ വേഗം ഇത് പറയുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട് ഇപ്പോഴും. ഞാൻ ഉപബോധ മനസ്സാണ് ഞാൻ എണീറ്റ് വരുന്നത്. ഞാനിവിടെ വന്ന് അടുക്കള തുറന്നു കൊടുത്തു. ചൂടുവെള്ളം ഒരു കയ്യിലെ വേഗം വായിലേക്ക് ഇട്ടു. ചൂടുവെള്ളം എടുത്തോളാന്ന് പറഞ്ഞു. ഇത്രയും കരുതി ഞാൻ കണ്ണു തുറന്നു. അങ്ങനെ ഒരവസ്ഥ അന്നുണ്ടായി. 2 ദിവസം കൊണ്ട് വീട് മൊത്തം ക്ലീൻ ചെയ്ത് പരിപാടി നടത്തി. അദ്ദേഹം ഗുരുനാമൊക്കെ വിവരം പറഞ്ഞപ്പോൾ ഞാൻ നേരെ പറഞ്ഞു, അതിന് മുമ്പേ വിവരം ധരിപ്പിച്ചു അദ്ദേഹത്തെ. അവർ പറഞ്ഞു, എടോ അവിടെ കൊണ്ടുവന്ന് അവിടെ എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കണ്ണൻ നേരിട്ട് അങ്ങോട്ട് വന്നേക്കണതാണ്. എനിക്കത് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഉള്ള സംഭവങ്ങളാണ്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇടയ്ക്ക് വന്ന് കിടക്കണമായിട്ട് തോന്നാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കണ്ണൻ്റെ രാസലീലകൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലീലാവിലാസങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ പങ്കുവയ്ക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളത് തുറന്നു പറയാനുള്ളവർ തുറന്ന് പറഞ്ഞാൽ മാത്രമേ ആ ശക്തിയുടെ പവർ നമുക്ക് കിട്ടും. എനിക്ക് ആ ശക്തിയുടെ പവർ കൃത്യമായിട്ട് അറിയാം, കിട്ടുന്നുണ്ട്. കാരണം എനിക്ക് മടിയില്ല പറയാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ആരോട് എനിക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കാം, മടി മാറിയതാണ്. അതിന് ശേഷമാണ് ഞാൻ ഇതേമാതിരി എഴുതി തുടങ്ങിയതും. ഇതുപോലെ 10-100 കുറേ ഉണ്ട് കുരു എന്നുള്ള ഇതേപോലെയുള്ള കാര്യങ്ങൾ. എന്ന് പറഞ്ഞ പോലെ എല്ലാവരും കണ്ണനെ മുറുക്കി അങ്ങോട്ട് പിടിക്കുക, കെട്ടി അങ്ങോട്ട് പിടിച്ചോളുക, കഴുത്തിൽ വിടരുത്. അരയിലും കെട്ടി പിടിച്ചോളുക കണ്ണടൊക്കെ. അപ്പം അങ്ങനെ കണ്ണനെ മുറുക്കി അങ്ങോട്ട് പിടിച്ചാൽ കണ്ണൻ തരാത്തൊന്നുമില്ല. ഇഷ്ടം പോലെ തരും, എന്ത് വേണേലും. കണ്ണനെ തരാൻ പറഞ്ഞാൽ മതി. എന്ത് കാര്യം ചോദിച്ചാലും കണ്ണനെ മതി എനിക്ക് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് ഒന്നും വേണ്ട, ഒന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമേ വരുന്നില്ല. എത്ര വലിയ അസുഖമുള്ളവർ വരെ ഈ കണ്ണനെ മതി എന്നുള്ള ചിന്തയിലേക്ക് വന്നാൽ ഒരു അസുഖം പോകുന്ന വഴി പോലും കാണുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. എല്ലാവരും ഈ ചിന്തയിലേക്ക് വരിക. എന്നെ പോലെ ആണെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. ഇനി ആൾക്കാർ വട്ടാണെന്ന് പറഞ്ഞെങ്കിലോ എന്ന് വെച്ചുണ്ട് ആ ചിന്തയും മനസ്സിൽ കയറിക്കൂടാം. എന്തായാലും എൻ്റെ ചിന്ത അനുസരിച്ച് എനിക്ക് കണ്ണനെ മതി, അതൊന്നും എനിക്ക് വേണ്ട. കണ്ണനുണ്ടോ കൂടെ എല്ലാം നടക്കും. ഹരേ നാരായണ, ഹരേ ഗുരുവായൂരപ്പ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ശ്രീകുമാർ സാറിൻ്റെ കൃഷ്ണാനുഭവം കേട്ടല്ലോ. ഭഗവാൻ നേരിട്ട് വരിക എന്ന് പറയുമ്പോൾ എത്രമാത്രം പുണ്യം ചെയ്ത ഒരു ഭക്തനാണ് അദ്ദേഹം നോക്കൂ. തീർച്ചയായിട്ടും ആ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൾ കേൾക്കാൻ സാധിച്ചത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു അനുഭവം പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഭഗവാനെ മുറുകെ പിടിക്കാനാണ് അദ്ദേഹം പറയുന്നത്. എന്തെല്ലാം വന്നാലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ഭഗവാനോട് പറയേണ്ടത് എനിക്കെൻ്റെ കണ്ണനെ മാത്രം മതി എന്നാണ്. അങ്ങനെ നിർമ്മലമായ ഭക്തി, വെണ്ണ പോലുള്ള ആ ഭക്തി മാത്രമാണ് നമ്മുടെ ഭഗവാൻ ആവശ്യം. നമ്മുടെ നിർമ്മലമായ ഭക്തി മാത്രമാണ് ആ ഭഗവാൻ ആവശ്യം. തീർച്ചയായിട്ടും അത്തരം ഒരു ചിന്തയിലേക്ക് നമ്മൾ ഉയരുമ്പോൾ ഭഗവാൻ നമുക്ക് വേണ്ടതെല്ലാം നൽകുമെന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈ ഒരു കൃഷ്ണാനുഭവം കേട്ടപ്പോൾ ഒരു കുളിരാണ്, ഹൃദയത്തിൽ വല്ലാത്തൊരു തണുപ്പാണ്. ഭഗവാനെ ഇങ്ങനെ കണ്ട ഫീലിങ്സ്, നമ്മുടെ മുന്നിലും ഭഗവാൻ ഇങ്ങനെ പുഞ്ചിരി തൂകി നിൽക്കുന്ന പോലെയുള്ള ഒരു ഫീലിങ്സാണ്. എത്ര പേർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി? എന്തായാലും താഴെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കണം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അദ്ദേഹം കണ്ട ഭഗവാന്റെ രൂപം ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് കാണൂ. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എഴുതി അറിയിക്കും. നിങ്ങളുടെ കമൻറ്റും സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. താങ്ക് യു.